മതി കൊച്ചിയിലെ ഭരിക്കണം. നമ്മളെ തിരുവനന്തപുരത്ത് നമ്മളെ തിരുവനന്തപുരത്തുള്ളവർ കൊച്ചിയിൽ പോയാണ്. ഞാൻ കൊച്ചിയിൽ നമ്മുടെ ശ്രീലീലയുടെ ഡാൻസ് ഒന്നൊന്നരായിരുന്നു. ഞാൻ മലയ്ക്ക് വന്ന് നിൽക്കുക ഒരു 3-4 ദിവസം കഴിയുമ്പോൾ. പക്ഷെ ആ ശ്രീലീലയുടെ ഡാൻസ് കണ്ടപ്പോൾ രോമാഞ്ചം കൊണ്ട്. അപ്പൊ ഈ ഔട്ട്ഫിറ്റ് ഇതിന് മൊത്തം ഇപ്പൊ എത്ര രൂപയുടെ? 900. അങ്ങനെ നമ്മുടെ പുഷ്പ 2 ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുഷ്പ മറ്റേ പുഷ്പയുടെ റൂൾ ഓഫ്. അപ്പൊ ഞാൻ അങ്ങനെ പടമൊക്കെ കണ്ടാർന്ന കാലത്ത് തന്നെ പോയി. അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ട്. അതിപ്പോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ട്. ഇപ്പൊ നമ്മൾ ഇത് വേറൊരു വേൾഡിനകത്ത് ഇറങ്ങണം. അതായത് നമ്മുടെ ഭൂമിയിലേ നടക്കുന്നതല്ല, ഒരു ചന്ദ്രനകത്തൊക്കെ നടക്കുന്ന ഒരു കഥയായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കഥയാണത്. കാര്യം ഇപ്പൊ എന്താണ് പ്രശ്നം, ആൾക്കാരെ വിടുമ്പോഴത്തേക്ക് അവരങ്ങ് പറന്നു, എല്ലാവരും അങ്ങ് പറന്ന് നടക്കണേണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രശ്മികയുടെ കടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അല്ലു അർജുന്റെ കടി കാണാൻ പറ്റും. അങ്ങനെ ഇവർ രണ്ടുപേരെയും കടി കണ്ട് നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഫൈറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ ഫൈറ്റൊക്കെ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് രോമാഞ്ചൊക്കെ ഉണ്ടാകും. മറ്റേ സാരി എടുത്തിട്ടുള്ള സാധനമൊക്കെ അടിപൊളിയായിരുന്നു അത്യാവശ്യം. പിന്നെ ക്ലൈമാക്സ് ഫൈറ്റും കൊള്ളായിരുന്നു. പക്ഷെ അതിനുള്ള കടി പരിപാടിയൊക്കെയാണ് എനിക്ക് ഇത്തിരി ഇതായിട്ട് തോന്നിയത്. അപ്പൊ പടം മൊത്തത്തിൽ എനിക്ക് വലിയ കുഴപ്പമില്ല, നല്ല രീതിക്ക് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ ഈ ഒരു പടം കാണാൻ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തൊക്കെ സഹിക്കണം. അതായത് മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും സഹിക്കണ്ട. നമ്മൾ പടം കാണാൻ കാശ് പോകുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പടം കാണാൻ കാശ് കൊടുത്ത് എന്നിട്ട് നമ്മൾ വീട്ടിലിടാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു പടം കാണാൻ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വനിതാ തിയേറ്ററിന്റെ ആ പരിസരത്തേക്കേ അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറെ ഇപ്പൊ ഇതിന്റെ കാര്യം പുഷ്പയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പുഷ്പാപരാധങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറച്ച് അപരാധങ്ങൾ ഇന്ന് അവിടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി, എന്റെ പൊന്നോ ഇതിനെയൊക്കെ എടുത്തിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എടുക്കുന്ന വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് ആദ്യത്തെ അപരാധത്തിനകത്തേക്ക് കിടക്കാം. പുഷ്പാപരാധങ്ങൾ ഇതാ തുടങ്ങുകയാണ്. മതി കൊച്ചിയിലെ ഭരിക്കണം. നമ്മളെ തിരുവനന്തപുരത്തുള്ളവർ കൊച്ചിയിൽ പോയാണ്. ഞാൻ കൊച്ചിയിൽ പോയി വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് തോന്നിയത് നമ്മുടെ യാരീസ് നമ്മളെ മുത്താണ്. ഓടി കൊണ്ട് നമ്മൾ സിനിമയാണ് മുത്താണ്. അത് നമ്മൾ അവിടുത്തെ പേരില്ല അണ്ണൻ എന്ത് പേരിൽ അറിയപ്പെടണമെന്ന് അതെന്റെ പേരല്ല, മാംഗോ ചില്ലി. മാംഗോ ചില്ലിയാണ്. പിന്നെ അത് എപ്പോഴും നമ്മളെ ബിവറേജ് ചേർക്കാൻ ഒരു നല്ലതാണ് കാര്യം. ആ ഒരു പേര് മാംഗോ ചില്ലി വൈറലായില്ലേ അത്. ഇപ്പൊ എല്ലാരും ഇപ്പൊ വീഡിയോ ചെയ്യാണ്. അതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമുള്ളൂ. അടുത്ത വേഷം കിട്ടുന്ന ഏത് പടത്തിനായിരിക്കും? കത്തനാറായിട്ട് വരും. പിന്നെ റോസിന് ചിലപ്പോ മുട്ട അടിച്ചോണ്ട് വരും. അത് ഞാൻ പളനിയിലിപ്പോ മുട്ട അടിച്ചിട്ട് താടി വെച്ചോണ്ട് വരും. അതാണ് കാര്യം. ഭഗവാന് കൊടുക്കാം. അയ്യോ പഴനി പോയി മുട്ടയൊക്കെ അടിച്ചിട്ട് വരുന്നു ബറോസിന്. അപ്പൊ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ് ഇതേപോലുള്ള ഫാൻസി ഡ്രസ്സുകൾ. ഇതിപ്പോ പുഷ്പ 2 ദ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എന്ന് പേരിടാം നമുക്ക് വേണമെങ്കിൽ ഈ പടത്തിന്. കാര്യം അമ്മാതിരിയാണ്. പടത്തിനേക്കാളും കൂടുതൽ നമുക്ക് പുറത്താണ് കാണാൻ പറ്റുന്നത്. എന്റെ പൊന്ന് എന്തൊക്കെ കാണാൻ. ഇത് തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ആറാട്ടനാണ്. അങ്ങേരെ ഒന്നാനും കയ്യൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ പൊന്നോ അങ്ങേരുടെ പുറകെ വാലും പിടിച്ചിട്ട് മറ്റേ അലിൻ ജോസ് എന്ന് പറഞ്ഞ വന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്ന് എത്ര എണ്ണോട് വന്ന. ഇപ്പൊ ഇത് എന്താണ്, ഇതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഒരു തിയേറ്ററിൽ പടം കാണാൻ പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് എന്തിനാണ് നമ്മൾ സഹിക്കേണ്ട ഒരു അവസ്ഥ. അതായത് നമ്മളിപ്പോ അതിലെ വഴിയെ ചുമ്മാ നടന്നു പോകാനും പറ്റില്ല. ഈ ക്യാമറയും പിടിച്ചിട്ട് നിന്നാലൊക്കെ നമ്മുടെ മുഖത്തേക്കാണ് വരുന്നത്. അപ്പൊ ഇതുങ്ങളുടെ ഈ അപരാധത്തിന്റെ കൂടെ നമ്മുടെ തലയും കൂടെ അതിൻ്റെ ഇടയിൽ. ഇനി ഇതിനിടയിൽ വന്നൊരു കമന്റ് ഇട്ടുണ്ട്. ഞാൻ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പിപ്പോയ ഒരു സാരോടെ കമന്റ് എന്ന് പറഞ്ഞാൽ, ചേട്ടാ പടം കഴിഞ്ഞിട്ട് വല്ല ബസ് സ്റ്റാൻഡിനകത്തേക്ക് വിട്ടു എന്ന് പറഞ്ഞിട്ട്. ഇതിനോടൊക്കെ പിന്നെ വേറെ എന്ത് പറയാനാണ്. ഇതിനോടൊക്കെ അതെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കണമാരോട് നമ്മൾ അങ്ങനെ തന്നെ പ്രതികരിക്കണം. അപ്പൊ അടുത്ത അപരാധത്തിനകത്ത് കിടക്കാം. നമ്മുടെ ശ്രീലീലയുടെ ഡാൻസ് ഒന്നൊന്നരായിരുന്നു. ഞാൻ മലയ്ക്ക് വന്ന് നിൽക്കുക ഒരു 3-4 ദിവസം കഴിയുമ്പോൾ. പക്ഷെ ആ ശ്രീലീലയുടെ ഡാൻസ് കണ്ടപ്പോൾ രോമാഞ്ചം കൊണ്ട് ഒന്നും പറയില്ലായിരുന്നു. അതാണ്. അയ്യോ മലയ്ക്ക് വന്നിക്ക എന്നിട്ട് ശ്രീലീല ഡാൻസ് കണ്ടപ്പോഴത്തേക്കും രോമാഞ്ചം വന്നു. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണോ താൻ മലയ്ക്ക് പോണ? തനിക്ക് ആ ശ്രീലീലയുടെ ഡാൻസും കണ്ട് വീട്ടിൽ ചെന്നാൽ പോരെ. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ വേറെ ഇഷ്ടം പോലെ എണ്ണത്തിന്റെ, അല്ലാതെ റീല് ഓർന്നാൽ തന്നെ കാണാം നമുക്ക് കുറെ എണ്ണത്തിന്റെ ഡാൻസ്. അതും കണ്ടിട്ടെങ്കിൽ വീട്ടിൽ ഇരുന്നപ്പോൾ എന്തിനും മലക്കൊക്കെ കെട്ടിയെടുക്കാൻ നിൽക്കണേ. ഇപ്രാവശ്യം ക്രിസ്മസ് അലക്കും. കാരണം ഇത് ജനുവരി പറഞ്ഞതാണ്. മറ്റേ സൂര്യയുടെ പടം പോലെ അല്ല. ഇപ്രാവശ്യം മാസമാക്കും. അത് ലെവൽ വേറെയാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതുപോലെ തന്നെ പടം ആയാൽ ഇപ്രാവശ്യം ക്രിസ്മസ് പിന്നല്ല ക്രിസ്മസ് അങ്ങോട്ട് പുഷ്പം അലക്കൂന്നാ പറയണ. അപ്പൊ പലതും കേട്ടിട്ടുണ്ട് ഈ അലക്കൂന്നൊക്കെ പറയണത്. ക്രിസ്മസ് എന്താണ് അലക്കാൻ മാത്രമൊക്കെ ഇവനൊക്കെ. പിന്നെ ഏത് പടം എടുത്താലും ഇപ്പൊ അന്ന് ഇവൻ ഏത് പടത്തിനാണ് ഈ പുള്ളി ചെയ്തത്? ഏതൊക്കെയോ പടത്തിനകത്താണ്. കാര്യം ഓരോ പടം ഇറങ്ങുമ്പോഴും അതിനകത്ത് ഓരോരോ അപരാധങ്ങൾ പൊട്ടിമുളയ്ക്കും. അങ്ങനെ ഇതിനകത്ത് ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ പൊട്ടിമുളച്ചിട്ടുണ്ട്. ഇപ്പൊ ആ സാരി കൊടുത്തിട്ട് വന്ന അങ്ങനെയൊക്കെ ഇതിനകത്ത് പൊട്ടിമുളച്ചേക്കണത്. അതിനൊന്നും ഇതിന് മുന്നേ കണ്ടല്ല. ഇനി ഇതിനെയൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. ഇതിന് മുന്നേ മറ്റേ മലയ്ക്ക് മാലയിട്ട ഗഡീനെയൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തവരെ കണ്ടുനോക്കാം. ഫഹദ്വാസിലിന്റെ മുമ്പിൽ എനിക്ക് തോന്നുന്നു അല്ലു അർജുൻ കാരണം മെഴുകാണ്. കാരണം അത്രയ്ക്ക് പെർഫോമൻസ് ആണ്, പവറാണ് ഫഹദ്വാസിൽ, ഒരു രക്ഷയില്ല. പുഷ്പ 1-നെക്കാട്ടിയുള്ള ബെറ്ററാണ് സെക്കൻഡ്, ഒരു രക്ഷയില്ല. അടിപൊളി ഫസ്റ്റ് ഹാഫ് കിട്ടിലാണ്, ഒരു രക്ഷയില്ല. ബമ്പർ ഹിറ്റാണ്, 1000 കോടിക്ക് മുകളിൽ പോകുന്നത് ഉറപ്പാണ്. ബാഹുബലിയെക്കാട്ടിയൊക്കെ മുകളിലാണ് ഈ പടം, സൂപ്പറാണ്. ഫഹദ്വാസില് ഒരു രക്ഷയില്ല. കാരണം അല്ലു അർജുനൊക്കെ ഉണ്ടല്ലോ ഫഹദ്വാസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇറക്കിയാണ്. കാരണം പെർഫോം ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ല അല്ലു അർജുനൊക്കെ. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് അല്ലു അർജുൻ, ഒരു രക്ഷയില്ല. കിട്ടില്ലാണ്. കാരണം കങ്കു പോലുള്ള ഒരു സിനിമയും നല്ലത്. കാരണം ഞാൻ വെളുപ്പിനെ 1:30 വന്നതാണ് ഇവിടെ. കാരണം അത്ര എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പടവും തുടങ്ങിയാൽ മതിയായിരുന്നു. കാരണം അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സിനിമ. കങ്കു പോലും നല്ല കേട്ടോ. ഇത് ഹെവി പടമാണ്, ഒരു രക്ഷയില്ല. ഇത് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സിനിമ ആയിരിക്കും, ഒരു രക്ഷയില്ല. അടിപൊളി സിനിമ, ഇന്റർനാഷണൽ ലെവലിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയാം. കാരണം ഫഹദ്വാസിനാണ് ഇതിനകത്ത് മികച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തകർക്കാണ്, ഒരു രക്ഷയില്ല. കിട്ടില്ല. നിനക്ക് ഉളുപ്പുണ്ട അത് പറയുമ്പോഴത്തേക്ക് നിന്റെ പുറകിനകത്ത് ഒരുത്തൻ നിന്നിട്ട് കഥനമായിട്ട് അവന്റെ മുഖം കാണണോ? അവന്റെ മുഖം കണ്ടാൽ തന്നെ റൊട്ടി പിടിച്ചു മറ്റേ അന്ന് മറ്റേ കങ്കുവിനകത്ത് അങ്ങേര് റിവ്യൂനകത്ത് അങ്ങേര് പറഞ്ഞ പോലെ ആ ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. അവൻ പുറകിനകത്ത് നിന്നിട്ട് അവന് ആ മൈക്കൊന്ന് കൊടുക്കാൻ തോന്നിയാ നിനക്ക്? ഇല്ല, അവൻ അപ്പോഴും ഇങ്ങനെ ഇരുന്ന് അവൻ തിരിഞ്ഞു പറഞ്ഞ എങ്ങനെയെങ്കിലും എന്റെ ഇടയിൽ കയറി എന്ന് പറയാൻ നോക്കണേ. അവൻ സമ്മതിക്കണില്ല. അവനപ്പോഴത്തേക്കും കങ്കുവല്ല ഈ പുഷ്പ ബ്ലോക്ക് ബസ്റ്റർ ആണത്രേ. നിനക്ക് ബ്ലോക്ക് ബസ്റ്റർ ആണെങ്കിൽ നീ അപ്പുറത്ത് പോയി എന്ന് പറയണം. അത് ഞങ്ങളുടെ അലിഞ്ചോ സണ്ണന്റെ സ്ഥലമാണ്. പുള്ളിക്ക് പറയാം, പുള്ളിയാണ് ഓജി പുള്ളിയല്ല, എന്നാലും ആറാട്ടനാണ് ഓജി. ആറാട്ടനെ വാലേ തൂങ്ങി വന്ന ഓജിയാണ് ഈ ഓജി. അപ്പൊ അതുകൊണ്ട് പുള്ളി പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി നീ, കേട്ടാ. അല്ലാണ്ട് നീ കിടന്നിട്ട് ഞങ്ങളുടെ അണ്ണനെ സൈഡാക്കാനൊന്നും നോക്കിയോണ്ടോ. ഗവൺമെന്റ് ഫാൻസ് ഇളകിയാണ്ടോ കേരളം കത്തും. ഈ ഔട്ട്ഫിറ്റ് മൊത്തം ഇപ്പൊ എത്ര രൂപയുടെ? എത്ര ദിവസത്തെ മെനക്കായിട്ടാണ് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത് ഈ ഒരു അല്ലൂരിന്റെ ഇതിലേക്ക് വരാൻ വേണ്ടി? ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ സിനിമയിൽ എത്താൻ പറ്റും. ഇവനെ മറ്റേ കങ്കുവേനകത്ത് വന്നതാണ്, അന്ന് മറ്റേ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്ന് ഇപ്പൊ ഈ ഒരു ഡ്രസ്സിന് തന്നെ എത്രയോ 900 രൂപ എന്നൊക്കെയാണ് പറയണത്. ഇത്രയും കാശൊക്കെ മുടക്കിയിട്ട് ഈ പണി എടുക്കാനായിട്ട് നിനക്ക് എന്താ സത്യത്തിൽ പണി? നല്ല എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ഈ വെറുതെ ഇതേപോലുള്ള പടത്തിനൊക്കെ വേണ്ടിയിട്ട് കാശ് കളഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കോമാളിത്തരങ്ങൾ കാണിച്ച് അതുവഴി റീച്ചായി, എന്നിട്ട് അതുവഴി അവന് സൂപ്പർ സ്റ്റാർ ആവണമെന്നൊക്കെയാണ് തോന്നുന്നത് അവന്റെ ആഗ്രഹങ്ങൾ. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലൊക്കെ ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിച്ച് സൂപ്പർ സ്റ്റാർ ആയ ഒരാളെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അത് കാണിച്ചു തന്നിട്ട് നിനക്ക് പറയാം അത് അയാളെ പോലെ എനിക്ക് ആവണം, അല്ലെങ്കിൽ അയാളെക്കാളും കിടിലുമായിട്ട് എനിക്ക് ആവണം എന്നൊക്കെ എനിക്ക് പറയാം. അല്ലാണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആരാണ് ഇവനെയൊക്കെ സിനിമനകത്ത് എടുക്കാൻ പോണത്? അപ്പൊ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അപ്പൊ ഇതൊക്കെ നമ്മള്, അതായത് ഇവനൊക്കെ എന്തൊക്കെയോ കാണിക്കിട്ട് ഇതൊക്കെ നമ്മൾ സഹിക്കണം. അതായത് ഇതിപ്പോ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണണം, അതേപോലെ വീട്ടിൽ വന്നിട്ട് ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാണണം. ഇതൊക്കെ എന്തിനാണേ നമ്മളെ കാണിക്കണം? നിങ്ങൾ വല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഇപ്പൊ ഒരു ഹാൾ എടുത്തിട്ട് ആ ആളിനകത്ത് ഇത് പുഷ്പയുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണ്, അത് കാണണമെന്നുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചുകൂടെ? എന്തിനാണ് ഇതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത്? എന്റെ പൊന്നോ, എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഇന്ന് പൊളിഞ്ഞു കയറിയത് ഇവനൊക്കെ. അപ്പൊ എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ. അപ്പൊ എന്താണ് പുഷ്പ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട? പിന്നെ ഫഹദ് ഫാസിലിനെയൊക്കെ എടുത്ത് പറയണം, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചായിട്ട് തന്നെ എനിക്ക് തോന്നി. പക്ഷെ ഒരു റിപ്പീറ്റേഷൻ പരിപാടിയൊക്കെ അടിച്ചായിരുന്നു. ഇപ്പൊ ഇതിന് മുന്നേ നമ്മളിപ്പോ മറ്റേ ഇത് ആവേശമൊക്കെ കണ്ടിട്ട് ഇരിക്കണോണ്ടിട്ട് തന്നെ അതിന്റെ ഒരു സാധനമൊക്കെ എനിക്ക് അടിച്ചായിരുന്നു. പിന്നെ പുള്ളിയുടെ ക്യാരക്ടറിനെ കൊണ്ടുപോയി അവസാനിപ്പിച്ചത് അങ്ങനെ ചുമ്മാ അങ്ങോട്ട് അവസാനിപ്പിച്ച് കളഞ്ഞു. അത് അത്രയും ഇതായിട്ട് കൊണ്ടുവന്നിട്ട് ചുമ്മാ അങ്ങോട്ട് അവസാനിപ്പിച്ച് കളഞ്ഞു. അതൊന്നും എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഈ ഫാമിലി ആയിട്ടൊന്നും ആരും ഈ പടത്തിന് പോകാണ്ടിരിക്കണം. പിന്നെ ഫാമിലി ആയിട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും പോകാനായിട്ട് ആരെങ്കിലൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഒന്നും പോകാണ്ടിരിക്കുക. കാര്യം ഈ ഫസ്റ്റ് ഹാഫിനകത്ത് കുറെ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ നിങ്ങൾ ആസ്വദിക്കേണ്ടതാണ് ഒറ്റയ്ക്ക് തന്നെ. അല്ലാണ്ട് ഫാമിലി ആയിട്ട് ഇരുന്നാൽ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുള്ളൂ. അപ്പൊ എനിക്ക് അത്ര ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.